നമ്മുടെ നാടൻ മുന്തിരിയില്ലേ, വൈൻ കെട്ടാനെടുക്കുന്ന കുരുവൊക്കെ ഉള്ള നാടൻ മുന്തിരി, അതുകൊണ്ട് തയ്യാറാക്കിയെടുത്ത ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണേ. നല്ല സോഫ്റ്റായിട്ടുള്ള, വാരിട്ടാൽ അലിഞ്ഞു പോകുന്ന, കഴിച്ചാലും മതിയാകാത്ത നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ പുഡിങ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഗ്രേപ്സാണ്. കുരുവുള്ള ഗ്രേപ്സ് ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാല്, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലോറും വേണം. കുറച്ച് കാഷ്യൂസ് വേണം. ആദ്യം തന്നെ കുറച്ച് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കണം. പാല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഈ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കിയില്ലെങ്കിൽ ഈ കസ്റ്റാർഡ് അടുക്കി പിടിക്കും. ഇനിയിപ്പോൾ 1/4 കിലോ മുന്തിരിങ്ങ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് തിളക്കാൻ വയ്ക്കാം. പുളിയുള്ള മുന്തിരിങ്ങയാണെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് തിളച്ച് നല്ല കളറൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് വയ്ക്കാം. ഇത് പ്രസ് ചെയ്തൊന്നും കൊടുക്കണ്ട, അല്ലാതെ കിട്ടുന്നത് മതി. ബാക്കി ഇനി ഈ അരിപ്പയിലുള്ളത് നന്നായിട്ട് പ്രസ് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കണം. ഇപ്പോൾ ഇത്രയും പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലെത്രത്തോളം മധുരം ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പോരാന്നാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും സ്റ്റൗ ഓണാക്കി ഇത് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരല്പം നെയ്യൊന്ന് തടയിയതിന് ശേഷം ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധത്തിൽ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഇത് തയ്യാറാക്കിയ ആ ഒരു പാത്രത്തിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ കസ്റ്റാർഡ് മിൽക്കില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് പുഡിങ് റെഡിയായി കഴിയുമ്പോൾ അതിലൊഴിച്ച് കഴിക്കാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അരിച്ച് ബാക്കി വന്ന ആ മുന്തിരി പൾപ്പുണ്ടല്ലോ, അത് ഒരു 1/4 കപ്പൊക്കെ കാണുള്ളൂ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കാം, ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 പിടി കുരുവില്ലാത്ത മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പകരം ചെറിയ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ തിക്നെസ്സിൽ കിട്ടണമെന്നാണെങ്കിൽ അതിൽ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അത് മിക്സാക്കിയതിന് ശേഷം തിളച്ചൊക്കെ തുടങ്ങുമ്പോൾ അതിൽ ഒരു 10-12 കാഷ്യൂ പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ ആവശ്യത്തിന് പറ്റി കുറുകി കഴിയുമ്പോൾ നേരത്തെ ഒഴിച്ച് വെച്ച ആ ഗ്രേപ്സിൻ്റെ പൾപ്പിൻ്റെ മുകളിലായിട്ട് അത് ഒഴിച്ച് കൊടുക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. എന്നിട്ടൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണേ. കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്. കസ്റ്റാർഡ് മിൽക്കും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ഗ്രേപ്സിൻ്റെ ചെറിയ പുളിയും മധുരവും പിന്നെ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.